വന്നതാണ് കേട്ടോ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഫൈനലി റിസപ്ഷൻ വീഡിയോ കൊണ്ട് വന്നേക്കാണ്. അപ്പോൾ പെണ്ണിനെ വിളിക്കാൻ പോകുന്നതും തലേദിവസത്തെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടി പോയിട്ട് കണ്ടു നോക്കുക. ഇപ്പോൾ നമ്മൾ മേക്കപ്പ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള മേക്കപ്പാണ്. പെണ്ണിൻ്റെ 2 കോസ്റ്റ്യൂമും എൻ്റെ റിസപ്ഷൻ്റെ കോസ്റ്റ്യൂമും റസീന താത്തയാണ് മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചാനലിലെ വെഡ്ഡിങ് വീഡിയോസിൽ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് സെയിം തന്നെ ആയിരിക്കും കേട്ടോ. കാരണം അത്ര അടിപൊളി വർക്കായതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കൊടുക്കുന്നത്. ഇൻസ്റ്റ ഐ ഡി ഇവിടെ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അടിപൊളിയാണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടെ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ഫ്രഷ് ലുക്ക് പോയിട്ടുണ്ടാകും. അത്രയും ടയർഡ് ആയതുകൊണ്ടാണ്. ഫസ്റ്റ് ലുക്ക് അടിപൊളിയായിരുന്നു. ഇനി നമ്മൾ റിസപ്ഷനിക്ക് വന്ന ഗസ്റ്റിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. യെസ് ഗൈസ്, ഇത് നമ്മുടെ സെലു കിച്ചൻ വളപുരം നമ്മളെ സെലീന താത്തയാണ് കേട്ടോ. അപ്പോൾ സെലീന താത്തക്ക് കുറേ ഫാൻസ് ഇവിടെ ഉണ്ടായിരുന്നു, കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. ഇനിയാണ് മക്കളെ ഞങ്ങൾ എൻട്രി ഡാൻസ് കണ്ടിട്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയുക, എങ്ങനെയുണ്ട്, ഞങ്ങൾ നന്നായി കളിച്ചോ എന്നൊക്കെ. മിക്കതും എനിക്കൊരു കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് ഗൈസ്. പക്ഷേ ആ ഒരു ഡാൻസ് മുഴുവനായിട്ട് ആരോ ഫോണിലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ കേട്ടോ, സൈഡിൽ നിന്നുള്ള വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ കയറി കുറേ നേരം വെറുതെ കയ്യൂട്ടും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട്. കാരണം നല്ല ഫോട്ടോസും നല്ല വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യണമെന്ന് ക്യാമറക്കാരൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് കയ്യൂട്ടി, വേറെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഫൈനൽ കല്യാണമല്ലേ, ഇത്രയും ദിവസം കിടന്ന് ഓടിയേണ്ട ഒരു ഫൈനൽ ഔട്ട്പുട്ട് അവിടെ കൊടുക്കണ്ടേ. അങ്ങനെ നമുക്ക് കുറേ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബുള്ളറ്റ് മാനുക്ക, അതുപോലെ തന്നെ സെലു കിച്ചൻ വളപുരം, പിന്നെ വല്യമ്മ ഉണ്ടായിരുന്നു, പിന്നെ മാനുക്കാൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. ഇതാണ് വല്യമ്മനെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം റിസപ്ഷൻ നമുക്ക് വൈകിട്ടത്തെ പരിപാടിയായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് സെലീന താത്താനെ ഒന്ന് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകണം. ബാക്ക് കൂടെയാണ് കൊണ്ടുപോയത് കാരണം ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ ആകെ ഫോട്ടോ എടുക്കുന്നവരും വീഡിയോ എടുക്കുന്നവരൊക്കെ ആയിട്ട് വൻ ബഹളമായിരുന്നു അവിടെ. സത്യം പറഞ്ഞാൽ സെലീന താത്താനെ വല്യമ്മനെ വിളിച്ചെങ്കിൽ കൂടി വരുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഒത്തിരി ദൂരെ നിന്നാണ് അവർ വരുന്നത് കേട്ടോ. അറിയാലോ, അവർ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ വീട് തൃശ്ശൂരാണ് കിടക്കുന്നത്. പ്രോപ്പർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അത്രയും ലോങ് വരുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല. വന്നപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷമായി. കാരണം അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെയൊക്കെ വരുമോ എന്നുള്ളതിന് നമുക്കൊരു പ്രോപ്പർ റിപ്ലൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ലൊക്കേഷൻ അറിയുമെന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഹാളിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാളിൽ നിന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ പറയുന്നുണ്ട്, നീ വന്നിട്ട് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാറിൽ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നു. ആളൊക്കെ എല്ലാവരെയും പരിചയപ്പെടുത്തൊക്കെ ചെയ്തു. പിന്നെ കുട്ടികളുടെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പാട്ട് വെച്ചിട്ട് ഇത് ഇടാനൊരു പേടി, കാരണം കോപ്പിറൈറ്റ് കിട്ടിയാലോ. ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി എപ്പോഴാണ് ആ മിഠായി കിട്ടുകയെന്നറിയില്ല. പിന്നെ ഐശുട്ടിയുടെയും ഇക്കാടെ മക്കളുടെ ഒക്കെ ഭയങ്കര ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ശരിക്കും പറഞ്ഞാൽ ആ സ്റ്റേജ് അങ്ങ് മുതലാക്കി, അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് സീരീസ് ഒരുപാട് ആൾക്കാർ, ഞങ്ങളുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. സ്റ്റാർട്ടിങ് മുതലുള്ള കുറേ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്തവർക്കും നമ്മളെല്ലാവർക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ചെക്കനിൻ്റെ സ്വന്തം നെല്ലിക്ക. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഒരു പോസ്റ്റ് നമ്മളെ സെലീന താത്താക്ക് നല്ല കാര്യം കാണണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. കല്യാണത്തിന് വന്നതാണ് കേട്ടോ. എങ്ങനെ മാണിക്കല്ലേ നമ്മളെ ബോസാണേ ബുള്ളറ്റ് മാണിക്ക ബോസ് ബുള്ളറ്റ് മാണിക്ക ബോസ് നമ്മളെ സെലിബ്രിറ്റി ആക്കിയ ബോസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എവിടെയാണ് പൊന്നാനി? ചാവക്കാട് റോഡ്, ഹയാന്റെ ഓഡിറ്റോറിയത്തിലാട്ടോ. അത് ഏതൊക്കെയാ വിശേഷങ്ങൾ നോക്കിയേ?
അടിപൊളിയായി കല്യാണമൊക്കെ കൂടി ഞങ്ങൾ ഇനി പോവാൻ നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സെലീന താത്ത അവിടെ മൊത്തത്തിൽ ഇളക്കിയെന്ന് വേണം പറയാൻ. കാരണം കുറേ ആൾക്കാർ കുട്ടികളടക്കം സെലീന താത്താനായിട്ട് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൾ ശരിക്കും നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു പച്ച പാവാണ്, മനസ്സിലൊന്നുമില്ല, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു നിഷ്കളങ്കതയിലാണ് ആളുടെ സംസാരമൊക്കെ കേട്ടോ. ആർക്കാണെങ്കിലും ഇഷ്ടമായി പോകും. അപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങൾ പുറത്തോട്ട് ആളെ യാത്രയാക്കാൻ പോയിട്ട് പോലും പുറകിൽ വന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നവരും വീഡിയോസ് എടുക്കുന്നവരും ഒരുമിച്ച് നിന്നിട്ട് എടുക്കുന്നവരും കെട്ടിപ്പിടിച്ചെടുക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഹാപ്പിയായി നല്ല രീതിയിൽ നമ്മുടെ ഒരു റിസപ്ഷൻ അവിടെ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് റിസപ്ഷൻ പിറ്റേ ദിവസം പെണ്ണിന്ന് നമ്മളെ വീട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ വരും എന്താ പറയുക വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം ഗൈസ്.